ഹൈ വാല്യൂ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ലോ വാല്യൂ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കണ്ടല്ലോ, ഓഫായി. അതായത് ഒരു PNP ട്രാൻസിസ്റ്റർ എടുക്കുക, അതിൻ്റെ കളക്ടറിൽ ഒരു -V 12 വോൾട്ട്, എമിറ്റർ LED കണക്ട് ചെയ്യുക 12 വോൾട്ടിൻ്റെ, പോസിറ്റീവ് ഡയറക്റ്റ് LED കണക്ട് ചെയ്യുക സർക്യൂട്ട് പ്രകാരം. ബേസ് ഓഫ്സെറ്റ് ആവാനായിട്ട് PNP ആണല്ലോ, അവിടെ എന്നിൽ ഒരു പോസിറ്റീവ് വോൾട്ട് എടുക്കുക, 22K ആണോ കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ബേസിന് ഒരു നെഗറ്റീവ് വോൾട്ടേജ് വേണമല്ലോ, കളക്ടറിൽ കൊടുത്തേക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് ബേസിലോട്ട് ഒരു കപ്പാസിറ്റർ വഴി കണക്ട് ചെയ്താൽ ഇതുപോലെ ഡിസ്ചാർജ് ആവും. ഇത് എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതാണ്. അടുത്ത് ലോ വാല്യൂ, ഇത് ഒരു 10 UF കപ്പാസിറ്ററാണ്. നെഗറ്റീവിൽ കപ്പാസിറ്റർ നെഗറ്റീവ് എടുത്തു, കളക്ടറിലേക്ക് ബേസിലേക്ക് ഞാൻ ഇടാം, ഓഫായി. വീണ്ടും അടുത്തൊരു കപ്പാസിറ്റർ എടുത്തു, നെഗറ്റീവ് കളക്ടറിൽ കണക്ട് ചെയ്തു, ബേസിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ആയി. ഇതാണ് എളുപ്പവിദ്യ. ഇനി ഇത് നല്ലതാണെന്ന് അറിയണമെങ്കിൽ ഇത് ഷോർട്ട് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നെഗറ്റീവിൽ കണക്ട് ചെയ്തു, ഷോർട്ട് ചെയ്യുമ്പോൾ അല്ല ഡിസ്ചാർജ് ആവുന്നത് കാണാം. ക്ലിയറായിട്ട് നോക്കിക്കൊള്ളണം. ഇങ്ങനെയാണ് എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ചാർജ് ആൻഡ് ഡിസ്ചാർജ്. ഇതൊരു 100 UF കപ്പാസിറ്ററാണ്. വലിയ കപ്പാസിറ്റർ ഷോർട്ട് ചെയ്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, പക്ഷേ ചെറുതൊന്ന് പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണത്. കണ്ടല്ലോ, ബേസിൽ കളക്ടറിൽ മൈനസാണ് കൊടുത്തിട്ടുള്ളത്. ബേസിലോട്ട് കൊടുക്കുമ്പോൾ ഡിസ്ചാർജായി. വളരെ ചെറിയൊരു ഇത്. ഓക്കെ, അങ്ങനെ 1 UF മുതൽ നമുക്ക് കപ്പാസിറ്ററിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണിത്. ഓക്കെ, സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം എല്ലാവർക്കും. സർക്യൂട്ട് ഇതാണ്, PNP ട്രാൻസിസ്റ്ററാണ്, കാണാമല്ലോ അല്ലേ? ഓക്കെ.